നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാരോൺ രാജ് വധക്കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷിച്ച ഗ്രീഷ്മയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നത്. ഒരുപക്ഷെ സിനിമകളിൽ പോലും ഇത്രയധികം ക്രൂരത നമുക്ക് കാണാൻ കഴിയില്ല. പ്രണയത്തിൽ നിന്ന് കാമം ലൈംഗികതയിലേക്ക് കടക്കുന്ന നിമിഷങ്ങൾ, പിന്നീട് സെക്സിൻ്റെ തീവ്രത. ആ സെക്സിൻ്റെ തീവ്രതയിലും മനസ്സിൽ പക സൂക്ഷിക്കാൻ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ കഴിയുന്നു? അവൾ ഷാരോൺ രാജിനെ തൻ്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കുമ്പോഴും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അവളുടെ മനസ്സിൽ ഒന്നു മാത്രമായിരുന്നു: അവനെ ഏതു വിധേനയും കൊല്ലുക. 2021 ഒക്ടോബർ മുതലാണ് ഷാരോൺ രാജും ഗ്രീഷ്മയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. എന്നാൽ 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയ്ക്ക് വിവാഹ നിശ്ചയം. തുടർന്ന് ഷാരോൺ രാജുമായി ഗ്രീഷ്മ പിണങ്ങുന്നു. എന്നാൽ 2022 മെയ് മുതൽ വീണ്ടും ഷാരോൺ രാജിനെ തന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഗ്രീഷ്മ. ഒരു വശത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞ സൈനികനുമായി ഫോണിൽ സല്ലാപം തുടരുന്നു. ആ സൈനികനെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴും തൊട്ടപ്പുറത്ത് ഗ്രീഷ്മ കാമുകനുമായി എല്ലാ ദിവസവും സല്ലാപത്തിലാണ്. ഒരു സാധാരണ പ്രണയമായിരുന്നില്ല ഗ്രീഷ്മയ്ക്ക് ഷാരോൺ രാജുമായി. അതുകൊണ്ട് തന്നെ ഷാരോൺ രാജിന് ഈ പ്രണയം അവൻ്റെ അസ്ഥിയെ പിടിച്ചു. നവംബറിൽ ഷാരോൺ രാജിൻ്റെ വീട്ടിൽ വെച്ച് താലികെട്ട്, തുടർന്ന് വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലികെട്ടി. ഇതിനുശേഷം ഷാരോണിനെയും കൂട്ടി അവൾ തൃപ്പരപ്പിനടുത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. പിന്നീട് തുടർച്ചയായി ഷാരോൺ രാജുമായി ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. ഇതിനിടയിൽ വിവാഹം അടുത്തു വരുന്നതുകൊണ്ട് ഷാരോണിനെ ഏതു വിധേനയും ഒഴിവാക്കാൻ അവൾ തീരുമാനമെടുത്തു. തുടർന്നായിരുന്നു 5 തവണ അവനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗ്രീഷ്മ നടത്തിയത്. 2022 ഓഗസ്റ്റ് 22 പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചുമൊക്കെ അവൾ ഇന്റർനെറ്റിൽ പരതി. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കുറെ പാരസെറ്റമോൾ ഡോളോ ഗുളികകൾ അവൾ വാങ്ങി. പിന്നീട് വീട്ടിലെത്തി അത് ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ചു. തിരുവിതാംകോട് നിന്ന് 2 ജ്യൂസുകൾ വാങ്ങി. പിന്നീട് അവൾ ഷാരോൺ രാജിന്റെ കോളേജിലെത്തി. റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനി ഈ ജ്യൂസ് കുപ്പിയിൽ നിറയ്ക്കുന്നു. ഷാരോണിന് അവൾ ജ്യൂസ് കൊടുത്തു. പക്ഷെ ജ്യൂസ് കുടിച്ച ഷാരോൺ അതിന് കയ്പായതുകൊണ്ട് ബാക്കി വേണ്ട എന്ന് അവളോട് പറഞ്ഞു. വായിലേക്കൊഴിച്ച ജ്യൂസ് അവൻ തുപ്പിക്കളഞ്ഞു. പിന്നീട് ഗുളിക കലർത്താത്ത ജ്യൂസ് അവളുടെ കയ്യിലിരുന്നത് ഷാരോൺ രാജും ഗ്രീഷ്മയും ചേർത്ത് കുടിക്കുന്നു. നവംബറിൽ ഷാരോണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന ഗ്രീഷ്മയുടെ ഉറപ്പ്. എല്ലാ ദിവസവും രാത്രി ഇരുവരും തമ്മിലുള്ള മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ. ഈ മൊബൈൽ സംഭാഷണങ്ങളിൽ മുഴുവൻ ലൈംഗിക കാര്യങ്ങൾ. കൃത്യമായി ഷാരോണിനെ വളരെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കുറ്റപത്രം വ്യക്തമായി പറയുന്നു. 2022 ഒക്ടോബർ 14 രാവിലെ 7:35 മുതൽ ലൈംഗിക ബന്ധത്തിനായി അവനോട് വീട്ടിലെത്തണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. ഇതിനുവേണ്ടി ഗ്രീഷ്മ തുടർച്ചയായി അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഇക്കാര്യം വ്യക്തമായി കുറ്റപത്രത്തിൽ പറയുന്നു. 13 രാത്രി 1 മണിക്കൂർ 7 മിനിറ്റാണ് ഗ്രീഷ്മ ഷാരോണുമായി സംസാരിച്ചത്. ഇതത്രയും ലൈംഗിക കാര്യങ്ങളായിരുന്നുവെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു. ഒടുവിൽ 14 ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് ഫോണിലൂടെ പലതവണ അവൾ വാക്കുകൊടുത്തു, ഒപ്പം ചാറ്റുകളും. ഇക്കാര്യങ്ങൾ ഷാരോൺ തന്റെ അടുത്ത ബന്ധുവിനോട് വെളിപ്പെടുത്തിയിരുന്നു. 14-ാം തീയതി തന്റെ വീട്ടിൽ ആരുമില്ല, അപ്പോൾ വരണമെന്നാണ് ഗ്രീഷ്മ ആവശ്യപ്പെട്ടത്. 14-ാം തീയതി ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ ഷാരോൺ അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. പിന്നെ അതീവ സ്നേഹത്തോടെയാണ് അവൾ പറഞ്ഞത്, കഷായം കുടിക്കാമെന്ന് മുൻപ് ചലഞ്ച് ചെയ്തതല്ലേ, ഇതാ ഇരിക്കൂ, കുടിക്കൂ. തുടർന്ന് അവൾ കഷായം അവന് നൽകുന്നു. അതിനുശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുക്കുന്നു. കഷായം കുടിച്ച ഷാരോൺ ആ മുറിയിൽ വെച്ച് തന്നെ ഛർദ്ദിക്കുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ അവൻ പലതവണ ഛർദ്ദിച്ചു. ഗ്രീഷ്മ തനിക്ക് കഷായം തന്നുവെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറയുന്നു. ഷാരോണിന്റെ കിഡ്നി, കരൾ, ശ്വാസകോശം എന്നിവയൊക്കെ നശിക്കാനിടവന്നത് ഈ കഷായം മൂലമാണ്. കീടനാശിനിയിരുന്ന കുപ്പിയുടെ ലേബൽ ഇളക്കിയതിനു ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന റബ്ബർ പുരയിടത്തിൽ അത് വലിച്ചെറിഞ്ഞുവെന്നാണ് കുറ്റപത്രം. അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ എല്ലാ തലത്തിലും സഹായിച്ചത്. ഷഡാംഗപാനീയം എന്ന കഷായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ് അവൾ കഷായമുണ്ടാക്കിയത്. ഇതിൽ കീടനാശിനി കലർത്തി. ഷാരോൺ മരിച്ചതിന് ശേഷം മൊബൈലിലെ ചാറ്റുകൾ ഒക്കെ ഗ്രീഷ്മ നശിപ്പിച്ചു കളഞ്ഞു. ചാറ്റുകൾ എങ്ങനെ തിരികെ എടുക്കാൻ കഴിയുമെന്ന് ഈ ചാറ്റുകൾ നശിപ്പിക്കുന്നതിന് മുൻപ് അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കി. ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള മൊബൈൽ ചാറ്റുകളിൽ എല്ലാം വ്യക്തമാണ്.
ഒന്നും അറിയാത്തതുപോലെ അവൾ ഷാരോണുമായി സംവദിക്കുന്നു. ഗ്രീൻ കളറിൽ താൻ വൊമിറ്റ് ചെയ്തുവെന്ന് ഷാരോൺ ഗ്രീഷ്മയ്ക്കൊരു മെസ്സേജ് അയക്കുന്നു. ആ ജ്യൂസ് കുടിച്ചത് കൊണ്ടായിരിക്കുമോ എന്നൊന്നും അറിയാത്തതുപോലെ ഗ്രീഷ്മയുടെ ചോദ്യം. പിന്നീട് ഛർദ്ദിച്ചത് ഞാൻ കാരണമല്ലേ, കഷ്ടമായി പോയി എന്ന തലത്തിലൊക്കെ അവൾ ചാറ്റ് ചെയ്യുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വൊമിറ്റിംഗ് നിർത്താനുള്ള ടാബ്ലറ്റ്സ് വാങ്ങാൻ അവൾ ചാറ്റിലൂടെ ഉപദേശിക്കുന്നു. ഒടുവിൽ സോറി ഇച്ചായ എന്നൊരു ചാറ്റും. ഞാൻ കൊടുത്ത കഷായം കുടിച്ച അമ്മയെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടനും വൊമിറ്റ് ചെയ്തു എന്ന് ഗ്രീഷ്മ തുടർന്ന് ചാറ്റ് ചെയ്യുന്നു. എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റൂല വാവേ എന്ന ഷാരോണിന്റെ ദുർബലമായ വരികൾ. ഒന്നും അറിയാത്തതുപോലെ ശരി ഇച്ചായ എന്നൊക്കെ ഗ്രീഷ്മയുടെ ചാറ്റ്. വിഷമുള്ളിൽ ചെന്നാണ് ഷാരോൺ മരിച്ചതെന്ന് പറയുമ്പോഴും ശാസ്ത്രീയ പരിശോധനയിൽ വിഷം അവന്റെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആശുപത്രി അധികൃതർക്ക്. വിഷം കഴിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതായിരുന്നു അതിന്റെ ഒരു കാരണം. ഡയാലിസിസ് നടത്തിയതും വിഷാംശം ശരീരത്തിൽ നിന്ന് പോകാൻ കാരണമായി. അവസാന നിമിഷം വരെ ഷാരോൺ ഗ്രീഷ്മ തന്ന കഷായത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇനി മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങില്ലെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഷാരോൺ പോലും ഗ്രീഷ്മ തന്ന കഷായം കുടിച്ച വിവരം ആശുപത്രിക്കാരോട് പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളലേറ്റ് തകരാറിലായിരുന്നു. വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത സ്ഥിതി. ഇതോടെയാണ് താൻ കുടിച്ചത് വെറും കഷായമല്ല, അത് വിഷമായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. എന്നിട്ടും അവൻ അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ തയ്യാറായില്ല. മരണമൊഴിയിൽ കഷായം കുടിച്ചു എന്നവൻ പറയുന്നു. എന്നാൽ ഗ്രീഷ്മ വിഷം തന്നു എന്ന തലത്തിൽ അവൻ മൊഴി പറയാത്തത് അതുകൊണ്ട്. മരിക്കുന്നതുവരെ ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചു പോലുമില്ല. അത്രയധികം അവൾ പ്രണയം അഭിനയിച്ചു. അത്രയധികം കാമാസക്തമായാണ് അവൾ അവനെ ചേർത്ത് പിടിച്ചത്. എന്നാൽ മരണ ദിവസം രാവിലെ ഷാരോൺ ICUവിൽ വെച്ച് അച്ഛനോട് താൻ ചതിക്കപ്പെട്ട വിവരം തുറന്നു പറഞ്ഞു. ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൻ എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തത് എന്ന് തുടർച്ചയായി ഗ്രീഷ്മയോട് ചോദിച്ചു. എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷിമോനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതോടെ ഷിമോണിന് ഒരു കാര്യം ബോധ്യമായി. കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലെത്തില്ല എന്ന് ഷിമോന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ഒരുപാട് ദുരൂഹത അവന് തോന്നി. കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. തുടർന്നാണ് ഗ്രീഷ്മയുമായുള്ള സംസാരവും മരുന്നുകളെക്കുറിച്ചുള്ള വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ പോലീസ് വീണ്ടെടുക്കുന്നത്. സംഭവ ദിവസം ഷാരോണിനെ ഗ്രീഷ്മയുടെ വീടിനടുത്ത് കൊണ്ടുചെന്ന് വിട്ട റിജിനിന്റെ മൊഴിയും ഏറെ നിർണായകമായി. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നത് കണ്ടുവെന്നാണ് റിജിൻ കൊടുത്ത മൊഴി. അവശനായ ഷാരോണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണ് എന്നും മൊഴി കൊടുത്തു. നിർണായകമായിരുന്നു റിജിന്റെ മൊഴി. ഒപ്പം സാഹചര്യ തെളിവുകളും. ഗ്രീഷ്മ കൊടുത്തത് വെറും കഷായമല്ല, വിഷം കലർത്തിയ കഷായമാണ് എന്ന് പോലീസ് തുടക്കം മുതൽ സംശയിച്ചു. എന്നാൽ ലോക്കൽ പോലീസിനെ പോലും ഗ്രീഷ്മ സമർത്ഥമായി കബളിപ്പിച്ചു. ഒരേ സമയം ഷാരോണുമായും മറുവശത്ത് സൈനികനുമായും വലിയ ആത്മബന്ധം അവൾ പുലർത്തി. സൈനികനുമായി കന്യാകുമാരിയിലൊക്കെ അവൾ കറങ്ങി. അതിലപ്പുറം പലവട്ടം വീട്ടിൽ ആളില്ലാതിരുന്നപ്പോൾ സൈനികനെ വീട്ടിലേക്ക് അവൾ വിളിപ്പിച്ചു വരുത്തി. അത്യന്തം ആസൂത്രിതമായി നടത്തിയ ഈ ക്രൂര കൊലപാതകം പോലീസിന്റെയും ഡോക്ടർമാരുടെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കൃത്യമായ അന്വേഷണ മികവ് തന്നെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ വെറുമൊരു ഭക്ഷ്യവിഷബാധയെന്ന നിലയിൽ ഒതുങ്ങിപ്പോവേണ്ട ഒരു കേസാണ്, അതിക്രൂരമായ ഒരു കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് 23കാരനായ ഒരു യുവാവിനെ ഇത്ര നിർദ്ദയം കൊലപ്പെടുത്താൻ എങ്ങനെ കഴിയുന്നു? അതും അവനെ സ്നേഹം നടിക്കുകയോ പ്രണയം നടിക്കുകയോ മാത്രമായിരുന്നില്ല അവൾ ചെയ്തത്. അവളിലേക്ക് അവനെ പലവട്ടം ആകർഷിച്ചു നിർത്തി. അവളുടെ കാമപൂരണത്തിനായി പലവട്ടം അവനെ ഉപയോഗപ്പെടുത്തി. എന്നിട്ട് നിർദ്ദയം ഷാരോണിനെ കൊന്നുകളഞ്ഞു. അതിക്രൂരമാണ് ഈ ലോകത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ. അതുതന്നെയാണ് ഈ കേസിലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.